അബേരിയ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കണതേ പൊട്ടറ്റോ ഇട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ 1/2 കിലോ ചിക്കനും 2 സവാള, ഒരു 2 ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക്, പിന്നെ ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി പച്ചമുളക് അരഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ദേ നമ്മളുടെ മല്ലിയില ഐസ് ക്യൂബിലാക്കി വെച്ചിരുന്നേനെ വെള്ളം ഒഴിച്ചിട്ടെ. അപ്പോൾ ഞാനതൊരു വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ആ മല്ലിയിലയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലിടാൻ വേണ്ടി പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ കടുക് പൊട്ടിച്ചു, അതിലേക്ക് പട്ട ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ബേ ലീഫ് ഇട്ട് കൊടുത്തു, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ. ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് ചിക്കൻ കറി വെക്കുമ്പോഴേ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു കൊഴുപ്പും കിട്ടും. തന്നെയല്ല, അതുപോലെ തന്നെ ചിക്കൻ കുറവാണ്, എന്നാൽ കറി കുറച്ച് കൂടുതൽ വേണം. അപ്പം അങ്ങനെ കറി നമുക്കൊന്ന് നീട്ടിയെടുക്കാനും ഈ കിഴങ്ങിടുന്നതുകൊണ്ട് ഉപകാരമുണ്ട്. ഇതിപ്പോൾ ഇന്നലെ വാങ്ങിയ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഇന്നലെ ഫ്രൈ ചെയ്തായിരുന്നു. അപ്പം ബാക്കി ഞാൻ ഇന്നത്തേക്ക് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കറി നീട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് കറി നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കിഴങ്ങിടുന്നത് കൊണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാള വഴണ്ടി കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തേ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കാമേ. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കൂട്ടാം കേട്ടോ. നല്ല കൊഴുത്തിരിക്കുകയും ചെയ്യും. കറി നല്ല കൊഴുപ്പ് വേണ്ടവർക്ക് ഇതുപോലെ കിഴങ്ങിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കുറുകുറ കിട്ടും കേട്ടോ. പിന്നെ നമ്മളതിനകത്തേക്ക് ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 കിഴങ്ങാണ് എടുത്തിരുന്നത്. ആ 2 കിഴങ്ങ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഞാൻ ചിക്കനിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പുരട്ടി വെച്ചിരുന്ന ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സമയമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ കുക്കറിലുണ്ടാക്കുവാണെങ്കിൽ സമയം ലാഭിക്കാം. വേഗം നമുക്ക് കറി ആവുകയും ചെയ്യും കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് അതിനകത്ത് ചിക്കനും വെന്ത് കിട്ടും, കിഴങ്ങും വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മല്ലിയിലയുടെ 4 ഐസ് ക്യൂബുകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 വിസിലടിച്ചെടുക്കാമേ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതുപോലെ ചിക്കനും പൊട്ടറ്റോയും കൂടെ കറി വെച്ച് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം കേട്ടോ. അപാര ടേസ്റ്റാണ് ഈ കറിക്ക്. അങ്ങനെ 2 വിസിലൊക്കെ അടിച്ച് കേട്ടോ. ചോറ് വെച്ചത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കേട്ടോ. ഇതിനിടയ്ക്ക് അഭിമോളും അപ്പൂസും കൊണ്ട് സ്വന്തമായിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു കേട്ടോ. കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടാ. ഇനി നമുക്ക് തുറന്നെടുക്കാമേ. കിഴങ്ങിട്ടുണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കിഴങ്ങ് കഴിക്കാത്ത നല്ല പ്രത്യേക ടേസ്റ്റാണ്. കിഴങ്ങിനൊപ്പം കിടക്കുന്ന ആ ചിക്കനും ഒരു ടേസ്റ്റ്. കറിയുടെ ചാറ് കണ്ടില്ലേ, നല്ല കുറുകുറുത്ത് നിൽക്കുന്ന ചാറ് കേട്ടോ. നമുക്ക് ചുമ്മാ കോരി കുടിക്കാൻ തോന്നുവേ. കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ എൻ്റെ അഭിമോൾക്ക് പുട്ടും ചിക്കൻ കറിയും കൊടുക്കാൻ പറഞ്ഞിട്ടോ. അങ്ങനെ അവൾക്ക് പുട്ടും ചിക്കൻ കറിയും കൊടുത്ത് അങ്ങനെ ഉച്ചക്കത്തെ ഞങ്ങളുടെ കറി എന്ന് പറഞ്ഞത് ഈ കിഴങ്ങിട്ട ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അബേലിയ വന്നിട്ട് നമുക്കൊരു ചാനലുണ്ട്, ഫേസ്ബുക്കിൽ പേജുണ്ട് അബേലിയ വ്ളോഗ്സ് ബൈ അറ്റ്ലസ് എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ.